ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളിലേക്കും വൈകാതെ എത്തുകയാണ്. 2029 രാജ്യത്ത് ഒറ്റഘട്ടമായി നിയമസഭകളിലേക്കും ലോകസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ലക്ഷ്യമിട്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ആദ്യം ലക്ഷ്യം വെച്ചത്. എന്തായാലും BJP പ്രതീക്ഷിച്ച വേഗം ബില്ലുകൾക്കുണ്ടാകില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. ഏറെ ബഹളങ്ങളും പ്രതിസന്ധികളുമാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ കാത്തിരിക്കുന്നത്. ബില്ലിൽ നിന്ന് പിന്നോട്ടില്ലെന്നും നടപ്പിലാക്കുമെന്നും കേന്ദ്ര സർക്കാർ പറയുമ്പോൾ എളുപ്പത്തിൽ ബില്ലിന് മുന്നിൽ കീഴ്പ്പെടില്ല എന്ന പ്രഖ്യാപനമാണ് പ്രതിപക്ഷം നടത്തുന്നത്. എന്തായാലും 2029 രാജ്യത്ത് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന BJP മോഹം നടക്കാൻ പോകുന്നില്ല. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ ഉദ്ദേശിച്ചു കൊണ്ടുവരുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിയമം 2034 വരെ നടപ്പിലാകില്ല എന്നുറപ്പായിരിക്കുന്നു. പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിക്കാനിരിക്കെ അതിലെ വിവരങ്ങളും പുറത്തായിരിക്കുകയാണ്. ബില്ലിലേത് എന്ന് അവകാശപ്പെടുന്ന കോപ്പികൾ വെള്ളിയാഴ്ച രാത്രി മുതൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ഇതിലെ വിവരങ്ങൾ പ്രകാരം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിയമം പ്രാബല്യത്തിന് മുമ്പ് ഏതെങ്കിലും നിയമസഭയുടെ കാലാവധി കഴിയുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ നിലവിൽ വരുന്ന നിയമസഭയ്ക്ക് നിയമം പ്രാബല്യത്തിലാകുന്നത് വരെയോ അല്ലെങ്കിൽ ലോകസഭയുടെ കാലാവധി കഴിയുന്നത് വരെയോ ആകാം കാലാവധി ഉണ്ടാകുക. ഭരണഘടനയുടെ 129 ഭേദഗതിയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് പാർലമെന്റിൽ എത്തുക. ബില്ലിന് കേന്ദ്രമന്ത്രിസഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. 2029 അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. എന്നാൽ ബില്ലിലെ വിവരങ്ങൾ അനുസരിച്ച് 2034 മാത്രമേ നിയമസഭകളിലേക്കും ലോകസഭയിലേക്കും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കൂ എന്ന് ഉറപ്പായിരിക്കുകയാണ്. നിയമം പ്രാബല്യത്തിലായാൽ ലോകസഭയുടെ കാലാവധി കഴിയുന്നതോടെ അതിനൊപ്പം സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി അവസാനിക്കും. നിയമം വരുന്നതിന് മുൻപ് നിലവിൽ വന്ന നിയമസഭകളും അതിനുശേഷം വന്ന നിയമസഭകളും ലോകസഭയുടെ കാലാവധി അവസാനിക്കുന്നതോടെ പിരിച്ചുവിടും. ഇതിനുശേഷം ലോകസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടക്കും. ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെയാണ് ഇനി പൊതു തെരഞ്ഞെടുപ്പ് എന്ന് വിശേഷിപ്പിക്കുക. ഏതെങ്കിലും നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചില്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വിവരം രാഷ്ട്രപതിയെ ഔദ്യോഗികമായി അറിയിക്കുകയും രാഷ്ട്രപതിയുടെ അനുമതിയോടെ മറ്റൊരു തീയതിയിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുകയും വേണം എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭയും ലോകസഭയോടൊപ്പം കാലാവധി അവസാനിക്കും. ലോകസഭയോ സംസ്ഥാന നിയമസഭകളോ 5 വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പോലും പുതുതായി വരുന്ന സഭയ്ക്ക് മുൻസഭയുടെ ബാക്കിയുള്ള കാലാവധി മാത്രമേ ഉണ്ടാകൂ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇടക്കാല തെരഞ്ഞെടുപ്പിന് സമാനമായ അവസ്ഥയാകും ഇക്കാര്യത്തിൽ ഉണ്ടാക്കുക എന്ന് ചുരുക്കി പറയാം. ഇങ്ങനെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിയമത്തെ പറ്റി പഠിക്കാൻ നിയോഗിച്ച രാംനാഥ് കോവിന്ദ് കമ്മിറ്റി നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നത്. ലോകസഭയുടെ കാലാവധി അവസാനിക്കുന്നതിനൊപ്പം നിയമസഭകളും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നിയമസഭകൾ അടക്കം പിരിച്ചുവിടും. ഒറ്റത്തവണ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ ലോകസഭയിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭയിലേക്കുമാണ് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതെന്നും അതിനുശേഷം മറ്റ് നിയമസഭകളുടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുമാണ് രാംനാഥ് കോവിന്ദ് സമിതിയുടെ ശുപാർശയിൽ ചൂണ്ടിക്കാട്ടുന്നത്.